വെൽക്കം ടു വിനേസ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന PSC ബോർഡ് മീറ്റിംഗിലെ തീരുമാനത്തിന്റെ ഒരു PDF ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. PWD-യുടെ നോട്ടിഫിക്കേഷൻ ആണ് അടുത്ത മാസം വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നിലവിലെ റാങ്ക് ലിസ്റ്റിന് ഏകദേശം ഒരു വർഷത്തോളം തന്നെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും അതിന്റെ മെയിൻ ലിസ്റ്റിൽ 70 ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നത്. അതിനകത്ത് പകുതിയിൽ കൂടുതൽ പേർക്ക് അഡ്വൈസ് പോവുകയും ബാക്കിയുള്ള റിട്ടയർമെന്റ് വേക്കൻസി ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിനകത്തുള്ള കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റ് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ PWD വിളിക്കുന്നത്. നമ്മൾ ആരും ഇങ്ങനെ പെട്ടെന്ന് വിളിക്കുന്ന പ്രതീക്ഷയല്ല, പക്ഷേ പെട്ടെന്ന് തന്നെ അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരുവാണ്. 2026 അതിന്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന മറ്റൊരു എക്സാമാണ് മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് ഈ വർഷം പകുതി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോൾ 2 വർഷം കാലാവധി പൂർത്തിയാക്കുന്ന റാങ്ക് ലിസ്റ്റ് ആണ്. നിലവിലെ 150-നടുത്ത് അഡ്വൈസുകളാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പോയിരിക്കുന്നത്. അപ്പം അതിന്റെ നോട്ടിഫിക്കേഷൻ 2025 തന്നെ ഈ വർഷം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. 2 വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അതാണ് സാധാരണഗതിയിൽ കണ്ടു നടക്കുന്ന ഒരു കാര്യം. സോ വാട്ടർ അതോറിറ്റി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ PWD നോട്ടിഫിക്കേഷൻ വന്നു. അടുത്ത മാസം ജൂലൈ മാസത്തിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ ആക്റ്റീവ് ആവും. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് LSTD ഉണ്ട്, PWD ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, PCB ഉണ്ട്, അങ്ങനെ കുറെ എക്സാംസ് ഉണ്ടെങ്കിലും എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് അവസാനമായിട്ട് അവർക്കെല്ലാം ഒരു 5 ഓപ്ഷൻ കൊടുത്താൽ അവർ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന വെച്ചാൽ മിക്കവരും ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മുടെ PWD ആണ്. സോ ഈ PWD വേണ്ടിയിട്ടാണ് ശക്തമായ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് പഠിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യത്തെ 50-നുള്ളിൽ വരികയോ അല്ലെങ്കിൽ ആദ്യത്തെ 100-നുള്ളിൽ വരികയൊക്കെ ചെയ്താൽ മാത്രമേ സാധ്യതകളുള്ളൂ. ഇപ്പം തന്നെ മെയിൻ ലിസ്റ്റിൽ 70 പേരെ ഉണ്ടായിരുന്നുള്ളൂ റാങ്ക് ലിസ്റ്റിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 50-നുള്ളിൽ വരിക, അല്ലെങ്കിൽ 10-നുള്ളിൽ വരിക, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് തന്നെ മേടിക്കുക. അതുപോലുള്ള വളരെ ശക്തമായ കോമ്പറ്റീഷൻ കാഴ്ചവെച്ചാൽ മാത്രമേ PWD എല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നതും ആയിട്ടുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ റാങ്കുകളിൽ എത്തുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ജോലി കിട്ടാൻ സാധ്യതയുള്ളത്. ഇൻ കേസ് LSTD എക്സാം ആണ് വരുന്നത്, അതിനകത്ത് ടോപ്പ് കിട്ടുന്ന ആൾ തന്നെ ആയിരിക്കും, ടോപ്പേഴ്സ് തന്നെ ആയിരിക്കും മിക്കവാറും PWD എക്സാമിനകത്തും ടോപ്പ് വരാൻ വേണ്ടി പോകുന്നത്. അവർ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് PWD ആയിരിക്കും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്ന ഒരു സിനാരിയോ. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു പോസ്റ്റാണ് PWD എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ മാർക്കിനും വന്റെ വിലയാണ്. നിങ്ങൾ ഒരു നെഗറ്റീവ് മാർക്ക് വരാത്ത രീതിയിൽ കൃത്യമായിട്ട് തന്നെ മത്സരിച്ച് കയറി പോകേണ്ട ഒരു പോസ്റ്റാണ്. നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, ശക്തമായ ബേസ് ഉണ്ടാക്കി എടുക്കുക. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന LSTD എക്സാമിന് ശേഷം നിങ്ങൾ ബുക്ക് മുടക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നമ്മൾ പഠിക്കാന്നുണ്ടെങ്കിൽ ഈ എക്സാമോട് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. വളരെ മികച്ചൊരു അവസരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് മെക്കാനിക്കൽ, അതുപോലെ തന്നെ സിവിൽ, കെമിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ് കേരള വാട്ടർ അതോറിറ്റി കെമിക്കലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഇതുപോലെ വേക്കൻസി വരുന്ന വേറൊരു എക്സാം ഇല്ല. ഏത് വട്ടം എക്സാം വിളിച്ചാൽ പോലും ഒരു 150-നടുത്ത് അഡ്വൈസുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് വാട്ടർ അതോറിറ്റി വലിയ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് റിട്ടയർമെന്റും കാര്യങ്ങളല്ല, പുതിയ പോസ്റ്റ് ക്രിയേഷൻ ഒന്നുമല്ല, റിട്ടയർമെന്റ് വേക്കൻസീസ് ഒക്കെയാണ് ഈ വരുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെക്കാനിക്കലോ കെമിക്കലോ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, സിവിലുകാർക്ക് വേറെ കുറെ എക്സാം ഉള്ളതുകൊണ്ട് അവർ അതൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയാം. മെക്കാനിക്കലോ കെമിക്കലോ ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേക്കൻസി വരുന്ന ഒരു തസ്തിക എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമുക്ക് സിവിൽ പഠിക്കണം, നമുക്ക് കെമിക്കൽ പഠിക്കണം, നമുക്ക് മെക്കാനിക്കൽ പഠിക്കണം, ജോബ് റിലേറ്റഡ് പഠിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവസാന നിമിഷം ഒന്നും ഉരുട്ടിപ്പരട്ടി പോകാൻ വേണ്ടി പറ്റുന്നതല്ല ഈ ഒരു എക്സാം. കൃത്യമായിട്ട് അത് നേരത്തെ പഠിച്ചോളൂ. നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഈ 2 എക്സാം ആണ് നമുക്ക് തൊട്ടടുത്തായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. PWD ജൂലൈ വരാൻ പോകുന്നു. KWA ഈ വർഷം തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. വാട്ടർ അതോറിറ്റി ഒക്കെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ്, ഒട്ടനവധി സ്റ്റുഡൻസ് ആണ് റാങ്ക് ലിസ്റ്റ് ഇന്ന് ജോലിയിൽ കയറിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അത്യാവശ്യം എനിക്ക് ടോപ്പായിട്ട് ഒരു റിസൾട്ട് ആയിരുന്നു. ഈ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 3ാം റാങ്കുകാരൻ ജയദേവനാണ്. ജയദേവനൊക്കെ ഇന്റർവ്യൂ എങ്ങനെയാണ് പഠിച്ചത്, വാട്ടർ അതോറിറ്റി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്യാം. അതുപോലെ തന്നെ അനു നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആയിരുന്നു. 10ാമത്തെ റാങ്ക് മേടിച്ച ആളാണ്. ബാക്കി കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളതാണ്. ഇതിൽ മെജോറിറ്റി ആൾക്കാരുടെ ഇന്റർവ്യൂസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക, അവർ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് കണ്ടു നോക്കുക. വാട്ടർ അതോറിറ്റി പ്രിപ്പയർ ചെയ്യുന്ന മെക്കാനിക്കൽ കെമിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സിവിലുകാർക്കാണെങ്കിൽ PWD വാട്ടർ അതോറിറ്റി ചേർത്തുള്ള കോംബോ കോഴ്സ് ആയിട്ട് വേണമെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സുമായിട്ട് സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കണ്ടു നോക്കാനായിട്ട് നമ്മുടെ വിനേസ് എഡ്യൂടെക് എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക.
അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ കോഴ്സിന്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സസ് കണ്ടു നോക്കുക, ക്വാളിറ്റി വിലയിരുത്തുക. നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.